ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എണ്ണ കാച്ചുന്ന ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ എല്ലാവർക്കും മുടി കൊഴിച്ചിലുണ്ടാകുന്നു. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരവുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഒരുപാട് മുടികൾ നമ്മുടെ തലയിൽ നിന്ന് കൊഴിയുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു എണ്ണ കാച്ചി തേച്ചാൽ മാത്രം മതിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തലമുടിക്ക് നല്ല കറുപ്പും അതുപോലെ തന്നെ മുടി നന്നായിട്ട് തഴച്ച് വളരുന്നതിനും ഈ ഒരു എണ്ണ ഉപയോഗിച്ചാൽ വളരെ ഫലപ്രദമാണ്. അപ്പോൾ ഇതിന് കുറച്ച് സാധനങ്ങൾ വേണം. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് കറിവേപ്പില എടുക്കുകയാണ്. നമ്മൾ എത്ര എണ്ണയാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് എണ്ണ കാച്ചുന്നതിന് ആവശ്യമായിട്ട് ഇപ്പോൾ 1 കിലോ എണ്ണ കാച്ചുന്നതിനെങ്കിൽ അതിനാവശ്യമായിട്ട് നമ്മളൊരു 4 കൊണ്ട ഇതേപോലൊരു 4 കൊണ്ട കറിവേപ്പില ഉപയോഗിക്കണം. പക്ഷെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു 1/2 കിലോ വെളിച്ചെണ്ണയ്ക്ക്, അതായത് ഇന്നൊരു 400 ഗ്രാം വെളിച്ചെണ്ണയാണ് നമ്മൾ കാച്ചാനായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു പകുതിയോളം മാത്രം മതിയാവുന്നതാണ്. അപ്പം നമ്മൾ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് കുറച്ച് മൈലാഞ്ചി ഇലയാണ് എടുക്കുന്നത്. നമ്മളിതാ വളരെ കുറച്ച് മതി മൈലാഞ്ചി ഇല. നന്നായിട്ട് നല്ല തണുപ്പ് കിട്ടുന്നതിനും മുടിക്ക് നല്ല ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നതിനും ഒക്കെ ഈ മൈലാഞ്ചി ഇല നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ മൈലാഞ്ചി വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ എടുത്തെടുത്ത് ഇലകളൊക്കെ ഊരി വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ നമ്മൾ മൈലാഞ്ചി വളരെ നല്ല ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ആയുർവേദ ഇലയാണ് ഈ മൈലാഞ്ചി ഇല എന്ന് പറയുന്നത്. മൈലാഞ്ചി ഇല നമുക്ക് ഈ ചെന്നിക്കുത്തൊക്കെ ഉണ്ടല്ലോ, അതായത് നിർത്താത്ത തലവേദനയുള്ളവർക്ക് ഇത് ഉപയോഗിച്ചിട്ട് എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറിക്കിട്ടും. സ്ഥിരമായിട്ട് നമ്മളൊരു 2-3 മാസമൊക്കെ തേച്ച് കഴിഞ്ഞാൽ മരുന്നൊന്നും കഴിക്കാതെ നമുക്ക് ഈ ഒരു അവസ്ഥ മാറിക്കിട്ടും. ഇനി നമ്മൾ കുറച്ച് നമ്മൾ കറ്റാർ വാഴയാണ് എടുക്കുന്നത്. നമ്മുടെ കറ്റാർ വാഴ കുറച്ച് ഈ മഴ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ചെളിയൊക്കെ ആയി നിൽക്കുകയാണ്. ഇത് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പം നമ്മൾ ഒരു നീളത്തിനുള്ള 2 കറ്റാർ വാഴയാണ് തണ്ട് എടുത്തിട്ടുണ്ട്. ഇത് മതിയാകും. നമുക്ക് ഒരു 400 ഗ്രാം വെളിച്ചെണ്ണയ്ക്കാണ് നമ്മൾ എണ്ണ കാച്ചുന്നത്. അപ്പോൾ ഇത്ര കറ്റാർ വാഴ നമുക്ക് മതിയാകും. അപ്പോൾ മുടി നന്നായിട്ട് തഴച്ച് വളരുന്നതിന് കറ്റാർ വാഴ വളരെ ഔഷധപ്രദമായിട്ടുള്ള ഒന്നാണ്. നമുക്ക് കറ്റാർ വാഴയുടെ ഷാമ്പു ഉണ്ടാക്കി തേക്കുന്നതും തലമുടി കൊഴിയുന്നതിനെയും അതുപോലെ ഇടതൂർന്നും വളരുന്നതിനും സഹായിക്കുന്ന ഒന്നാണ്. ഇനി നമ്മൾ എടുക്കുന്നത് ഭൃംഗരാജാണ്. ഭൃംഗരാജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ കയ്യോന്നിയാണ് ഈ ഭൃംഗരാജ് എന്ന് പറയുന്നത്. അതായത് ഭൃംഗരാജ് എന്ന് പറഞ്ഞാൽ നല്ല കറുത്തിരുണ്ട മുടി തഴച്ച് വളരുന്നതിന് ഏറ്റവും നല്ല ഒരു ഇലയാണ് നമ്മുടെ കയ്യോന്നി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എണ്ണ കാച്ചാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു കയ്യോന്നിയാണ്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഇത് എല്ലാം നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഇത് നട്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ നമുക്ക് എണ്ണ കാച്ചാനായിട്ട് ആവശ്യത്തിന് എണ്ണ കാച്ചിയെടുക്കാൻ. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നമ്മുടെ എണ്ണയൊക്കെ തീരുന്നത്. അപ്പം പെട്ടെന്ന് നമ്മുടെ കയ്യെത്തും ദൂരത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ എണ്ണ കാച്ചി എടുക്കാവുന്നതാണ്. ഇതൊന്നും നമ്മളെ വീട്ടിലില്ല എങ്കിൽ ഇനി നമ്മൾ പറമ്പിലും അതുപോലെ പാടത്തും ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സാധനം ധാരാളം കിട്ടും കേട്ടോ. പാടത്തിൻ്റെ സൈഡുകളിലൊക്കെ ഇത് നന്നായിട്ട് ഈ ഒരു കയ്യോന്നി വളരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് വളരെ നല്ല ഒരു ഇലയാണ് നമ്മുടെ കയ്യോന്നി. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് തുളസി ഇല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യാനുസരണം തുളസി ഇല. നമ്മൾ ഇപ്പോൾ ആ സമയത്തൊക്കെ കുളിക്കുന്നവർക്ക് നീരിളക്കമൊക്കെ ഉണ്ടാകാറുണ്ട്. നീര് വന്നിട്ട് കൈ പൊക്കാൻ വയ്യ, അതുപോലെ കഴുത്ത് തിരിക്കാൻ വയ്യ, ഇങ്ങനെയൊക്കെ ചില അവസ്ഥകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, നമുക്ക് വരാറുണ്ട്, അതുപോലെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക്
നമുക്ക് ഈ ഒരു തുളസി ഇല നമുക്ക് ഇതിനോട് ചേർത്ത് കൊടുക്കാം. വളരെ നല്ലൊരു ആയുർവേദ ഇലയാണ് ഈ ഒരു നമ്മുടെ തുളസി ഇല എന്ന് പറയുന്നത്. അത് നമുക്ക് ഇപ്പോൾ കൃഷ്ണ തുളസി ആണെങ്കിൽ അത് ഉപയോഗിക്കാം, മറ്റേ രാമതുളസിയാണ് ഉള്ളതെങ്കിൽ അത് 2 തുളസിയും നമുക്ക് എണ്ണ കാച്ചുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഞവരയിലയാണ് കേട്ടോ. ഇനി പനിക്കൂർക്ക എന്നുകൂടി പറയും, നമ്മളിവിടെയൊക്കെ ഞവരയില എന്നാണ് പറയുന്നത്. പണ്ട് നമ്മൾ സ്ലേറ്റിൽ തേക്കാൻ വേണ്ടിയിട്ട് ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു കേട്ടോ. സ്ലേറ്റ് നമ്മൾ സാധാരണ എഴുതുന്ന പെൻസിൽ വെച്ച് എഴുതുന്ന സ്ലേറ്റ് ഉണ്ടല്ലോ, ഈ സ്ലേറ്റ് എഴുതിയിട്ട് മായ്ക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു ഇലയാണ് ഈ ഒരു ഞവരയില എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു ഔഷധിയാണ് നമ്മുടെ ഞവരയില എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇല നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 6-7 ഞവരയില എടുത്തിട്ടുണ്ട്. സമയം രാത്രിയായി കേട്ടോ. ഞാൻ രാത്രി വൈകുന്നേരം ആയപ്പോഴാണ് എണ്ണ കഴിഞ്ഞ കാര്യം ആലോചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താമസിച്ചാലും നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ നിന്നൊക്കെ പറിച്ചെടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി ഇലയാണ് നമ്മൾ നടുന്നത്. ചെമ്പരത്തിയിൽ പൂവില്ല, പൂവുണ്ടെങ്കിൽ പൂവും ഇലയും ഇടാം. വളരെ നല്ല ഒരു വളരെ ഫലപ്രദമായിട്ട് നമുക്ക് എണ്ണ കാച്ചാനൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഇത്, തലയിൽ തേക്കാൻ അല്ലാതെ താളിയായിട്ടൊക്കെ ഈ ചെമ്പരത്തി ഇല നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വളരെ നല്ല ഒരു തലയ്ക്ക് നമ്മുടെ മുടിക്ക് നല്ല ഒരു ഔഷധിയാണ് ചെമ്പരത്തി ഇല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെമ്പരത്തി ഇലയും ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യാനുസരണം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും നമ്മളിപ്പോൾ എണ്ണ കാച്ചുന്നതിന് വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെമ്പരത്തിയിൽ മുട്ട് വന്നതേ ഉള്ളൂ. നമ്മുടെ ചെമ്പരത്തിയിലെ ഇലയൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മൾ എണ്ണ കാച്ചാൻ പോകുന്നത്. ഇതെല്ലാം നമ്മൾ സെറ്റാക്കി കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മൈലാഞ്ചിയിലയും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചെമ്പരത്തി ഇല ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇന്ന് നമ്മുടെ ഈ ഒരു കസർത്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പനിക്കൂർക്ക അല്ലെങ്കിൽ ഞവരയില, അപ്പോൾ ഓരോന്നും ഓരോ ഐറ്റമായിട്ട് നമ്മളിതാ തിരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തുളസി ഇലയും മൈലാഞ്ചി ഇലയും കറിവേപ്പിലയും അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മളിന്ന് ഇവിടെ നമ്മുടെ ഈ ഒരു എണ്ണ കാച്ചാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കരിയേപ്പിലയൊക്കെ എല്ലാം അതിൻ്റെ തണ്ടെല്ലാം മാറ്റിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഈ കറ്റാർ വാഴയുടെ മുള്ളൊക്കെ ഒന്ന് മാറ്റണം. മുള്ളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് നമുക്ക് അടിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പൾപ്പ് മാത്രം എടുത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ചേർക്കുന്നത് നമ്മൾ ഈ കറ്റാർ വാഴയ്ക്കൊക്കെ നല്ല തണുപ്പാണ്. കാച്ചിയ എണ്ണ തേക്കുമ്പോൾ കറ്റാർ വാഴയൊക്കെ തോനെയിട്ട് കാച്ചിയ എണ്ണ തേക്കുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് ജലദോഷം അതുപോലെ മൂക്കടപ്പ് ഇതൊക്കെ വരാറുണ്ട് ഈ അസമയത്താണെങ്കിൽ. അപ്പം നമ്മൾ ഇതിൽ നിന്നൊരു 3-4 ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ, ചെറിയ ഉള്ളി ഇട്ട് നമ്മൾ ഇതിനോടൊപ്പം അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒരിക്കലും വരത്തില്ല. നമുക്ക് അനുഭവമുള്ളതാണ്, അങ്ങനെ ഒരു പ്രശ്നം വരത്തേയില്ല. അപ്പോൾ ഇവിടെ നമ്മളൊരു 450-500 ഗ്രാം അടുപ്പിച്ച് ഉണ്ട്. അത്രയും എണ്ണയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതായത് 1/2 ലിറ്ററിൻ്റെ എണ്ണയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നല്ല കോക്കനട്ട് ഓയിലാണ് കേട്ടോ. നല്ല നമ്മൾ മില്ലിൽ നിന്ന് മേടിച്ചതാണ്, അങ്ങനെ മേടിച്ച എണ്ണയാണ്. അപ്പോൾ ഈ ഒരു എണ്ണയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇതെല്ലാം കൂടി ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാം കൂടി മിക്സിയിലോട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഉള്ളിയും അതുപോലെ ഈ ഒരു ഇലകൾ എല്ലാം കൂടി നമ്മളിതാ കട്ട് ചെയ്ത് നമ്മുടെ എല്ലാ സാധനം കറ്റാർ വാഴ ഇതെല്ലാം നമ്മൾ മിക്സിയിൽ അതിൻ്റെ മുള്ളൊക്കെ മാറ്റി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് വേണം ഇത് അരച്ചെടുക്കേണ്ടത്. നന്നായിട്ട് അരച്ച് നല്ലതുപോലെ ഇത് ഈ തരികളെല്ലാം ഒന്ന് മാറി നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അരച്ച് എടുക്കാം. അപ്പോൾ ഇത് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ
നമ്മുടെ എണ്ണ തിളപ്പിക്കുന്നതിനുള്ള ചട്ടിയൊക്കെ അടുപ്പിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ വെള്ളം ഇല്ലാതെയാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. ഈ കറ്റാർ വാഴയിൽ അതിന് ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു വെള്ളമില്ലാതെ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. ഇതെങ്ങനെ നമ്മൾ അടിച്ചെടുക്കുകയാണ്. നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് പരുവത്തിന് നമുക്കിത് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ നമ്മുടെ എണ്ണ തേച്ചാൽ ചിലർക്ക് പെട്ടെന്ന് മൂക്കടപ്പുണ്ടാകും. ആ സമയത്തൊക്കെ ഇപ്പോൾ വൈകുന്നേരമൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ മൂക്കടപ്പൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് വളരെ നല്ല ഒരു എണ്ണയാണ് നമ്മൾ ഈ പറയുന്ന എണ്ണയെന്ന് പറയുന്നത്. ഇതേപോലെ നമ്മൾ സ്ഥിരമായിട്ട് കാച്ചി തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധമുള്ള അസുഖങ്ങളൊക്കെ, കുട്ടികൾക്കായാലും സ്ഥിരമായിട്ട് ഇത് തേച്ച് കഴിഞ്ഞാൽ നല്ല മുടിയൊക്കെ നല്ല കറുത്ത് നല്ല നീളത്തിന് വളരും. അപ്പോൾ നമ്മളിതാ ഇവിടെ ചട്ടി ചൂടാക്കാൻ വെച്ച് കേട്ടോ. ഇനി ഈ ചട്ടി നല്ലതായിട്ട് ചൂടായി വരട്ടെ. ഇതിലേക്കാണ് നമ്മൾ എണ്ണ കാച്ചാൻ പോകുന്നത്. അതിനാവശ്യത്തിനുള്ള എണ്ണ നമ്മൾ വീത്താണ്. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്ററോളം എണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 1/2 ലിറ്റർ എണ്ണ മതിയാകും. 1/2 ലിറ്ററിനകത്ത് ഞാൻ എടുക്കുന്നുള്ളൂ. 1/2 ലിറ്റർ മൊത്തം ഞാൻ വീത്തിയിട്ടില്ല. കാരണം ഒരു 400-450 ഗ്രാമോളം എണ്ണ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം അതിനാവശ്യത്തിലുള്ള സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഓരോ സാധനങ്ങളും കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ മതിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഈ ഒരു എല്ലാം കൂടി ചേർന്ന് ഈ ഒരു കൂട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ തിളച്ച് വരുമ്പം ആ ഒരു എണ്ണയിലേക്ക് വേണം നമ്മൾ ഈ ഒരു ചെറിയ ചെറിയ കുമിളകൾ വരത്തില്ലേ, അപ്പോഴാണ് നമ്മൾ ഈ ഒരു കൂട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത്. എന്നാൽ മാത്രമേ പെട്ടെന്ന് ഇതിലുള്ള എല്ലാ അതിൻ്റെ എല്ലാം ആ ഒരു നീരും അതിന് വേണ്ടതൊക്കെ എല്ലാ സാധനങ്ങളും ഈ ഒരു എണ്ണയിലേക്ക് ഊർന്നിറങ്ങത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എണ്ണ കാച്ചുമ്പോൾ എണ്ണ തിളച്ച് വരുമ്പോൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ഈ ഒരു ഇതിൻ്റെ കൂട്ടുകൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ഒരു ചെറിയ തീയിൽ തിള വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. ചെറിയ തീയിൽ കിടന്നാൽ മാത്രമേ ഇത് എല്ലാം ആ ഒരു നമ്മുടെ കറ്റാർ വാഴയും മൈലാഞ്ചിയിലയും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് ഊറി ഈ ഒരു എണ്ണയിലേക്ക് ഇറങ്ങുകയുള്ളൂ. അപ്പോൾ ഇതാ കണ്ടോ, ഇത് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് പരുവം കിട്ടത്തുള്ളൂ. ഇതൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് നമ്മൾ തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ ഇതിൻ്റെ കാര്യം പോക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നാൽ ഇതിൻ്റെ കൂടെ ഇരിക്കുമെന്നും വേണ്ട, നമ്മൾ കൈയെത്തും ദൂരത്ത് തന്നെ നിൽക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ എണ്ണയുടെ ചെറുതായിട്ട് കണ്ടോ ആ ഒരു അതിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് ആ പൾപ്പ് എല്ലാം അതിൽ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഇതിങ്ങനെ മൊത്തം ഇറങ്ങുമ്പോൾ നമ്മുടെ എണ്ണ കറക്റ്റ് ആ എണ്ണയ്ക്കൊരു പച്ച കളർ വരും. ശരിക്കും അതാണ് ഈ എണ്ണയുടെ പാകം എന്ന് പറയുന്നത്. ആ എണ്ണയുടെ ആ ഇലകളുടെ എല്ലാത്തിൻ്റെയും കൂടി പച്ച കളർ നമ്മുടെ എണ്ണയിലേക്ക് ഇറങ്ങും. അപ്പോഴും നമ്മൾ ആലോചിക്കുക, ഇതെല്ലാം നമ്മുടെ എണ്ണയിൽ നമുക്ക് ഊർന്ന് ഇറങ്ങിക്കിട്ടി. അങ്ങനെയാണ് നമ്മൾ എണ്ണയുടെ പാകം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 1/4 ഭാഗത്തോളം നമ്മുടെ എണ്ണ പാകമായി കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് കൂടി മാത്രമേ നമുക്ക് എണ്ണ പാകമാകാനുള്ളൂ. കണ്ടോ ആ ഒരു പച്ച കളറ് നമ്മൾ എണ്ണ കോരുമ്പോൾ കണ്ടോ, ആ എണ്ണ കോരുമ്പോൾ ആ ഒരു പച്ച കളർ കാണുന്നില്ലേ, ആ പച്ച കളറ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ പാകമായി എന്നാണ് അർത്ഥം. എന്നാൽ ഒരുപാട് മൂക്കാനും പാടില്ല കേട്ടോ. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയ്ക്ക് അത്ര ഫലപ്രദമാവത്തില്ല. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകും. നമ്മൾ എണ്ണയുടെ പാകം നോക്കിയിട്ട് വേണം എണ്ണ കാച്ചിയെടുക്കാനായിട്ട്.
അപ്പോൾ നമ്മൾ എണ്ണയ്ക്ക് പരുവം കിട്ടാതെ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ചേർത്തു, പക്ഷേ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള യാതൊരു പാകവും കിട്ടിയില്ല. നമ്മൾ എണ്ണ കുറച്ച് മൂത്ത് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എല്ലാ വസ്തുക്കളും ചേർക്കേണ്ട വസ്തുക്കൾ ചേർക്കുക തന്നെ ചെയ്യണം. അതുപോലെ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ എണ്ണയ്ക്ക് പച്ച കളർ വന്നത് കണ്ടോ. അപ്പം നമ്മുടെ എണ്ണ പാകമായി എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു തീ ഒന്ന് ഓഫാക്കിയിടാം. തീ ഓഫാക്കിയിട്ടിട്ട് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം നമുക്കിത് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.